ഭരണം നടത്തുന്ന മന്ത്രിമാർ തന്നെ നിയമം ലംഘിച്ചാൽ എന്തു ചെയ്യും? അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. നിയമം ലംഘിക്കുന്നത് ഇപ്പോൾ ജനങ്ങളാണെങ്കിൽ അവരുടെ പേരിൽ കേസെടുക്കും, പെറ്റിയെടുക്കും. അവരുടെ വീടുകളിലേക്ക് സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ തന്നെ പോലീസിന്റെ ബീക്കൺ ലൈറ്റ് വെച്ച വാഹനങ്ങൾ പോകും. അവരെ ഒരു തീവ്രവാദി അല്ലെങ്കിൽ കൊടും കുറ്റവാളിയെ പോലെ അവർ വീട്ടിൽ നിന്നും പിടിച്ചിറക്കിക്കൊണ്ട് പോലീസുകാർ പോകും. എന്നാൽ മന്ത്രിയോ അല്ലെങ്കിൽ മുൻ മന്ത്രിയോ ആണെങ്കിൽ അവർക്ക് ഭരണഘടനയിലോ അല്ലെങ്കിൽ പോലീസിന്റെ IPCയിലോ അല്ലെങ്കിൽ BNSലോ ഒന്നും തന്നെ പറയാത്ത തരത്തിലുള്ള നിയമ പരിരക്ഷ പോലീസ് കൊടുക്കും. അത് പോലീസ് ആയിരുന്നാലും മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരായാലും നൽകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ മന്ത്രിക്കും അതോടൊപ്പം തന്നെ പൊതുജനങ്ങൾക്കും രണ്ട് നിയമമാണോ ഇന്ത്യയിലുള്ളത് എന്ന ചോദ്യങ്ങൾ ചിലപ്പോഴൊക്കെ ജനങ്ങൾ ചോദിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, മന്ത്രി എന്ന നിലയിൽ എന്തും ചെയ്യാമെന്ന സ്വാതന്ത്ര്യം ഒന്നും തന്നെ ഈ രാജ്യത്തില്ല. അതിൽ ഒരു തരത്തിലും ഭരണഘടനയിലോ പോലീസിന്റെ നിയമാവലിയിലോ പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ സത്യപ്രതിജ്ഞ ചെയ്ത് ഒരു മന്ത്രി അധികാരമേൽക്കുമ്പോൾ അതിലും ഒന്നും പറയുന്നില്ല എന്തും ചെയ്യാമെന്ന്, എന്ത് നിയമലംഘനവും നടത്താമെന്ന്. നിലവിൽ എന്താണ് സംഭവം? ഡ്രൈവിംഗ് ലൈസൻസിൽ പേരിനൊപ്പം MLA എന്ന വിശേഷണം അനധികൃതമായി കൂട്ടിച്ചേർത്ത വിവാദത്തിൽ മുൻ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ കൂടുതൽ പ്രതിസന്ധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ താൻ അറിയാതെ ചേർത്തതാണ് എന്ന അദ്ദേഹത്തിന്റെ വാദം പൂർണ്ണമായും തള്ളുന്ന രേഖകളാണ് ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിന്റെ സാരഥി സോഫ്റ്റ്വെയറിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത്. 2023 ജൂലൈയിൽ ലൈസൻസ് പുതുക്കിയപ്പോഴും പിന്നീട് 2024 നവംബറിൽ ഗതാഗത മന്ത്രി എന്ന നിലയിൽ മേൽവിലാസം മാറ്റിയപ്പോഴും പേരിനൊപ്പം MLA എന്ന് കൂട്ടിച്ചേർത്ത് അപേക്ഷ നൽകിയത് ഗണേഷ് കുമാർ തന്നെയാണ് എന്നാണ് രേഖകൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇതിലെ വിശദാംശങ്ങൾ പരിശോധിച്ച് കൃത്യമാണെന്ന് ഉറപ്പുവരുത്തി അദ്ദേഹം ഒപ്പിട്ട സത്യവാങ്മൂലം ഓൺലൈൻ സംവിധാനത്തിൽ ലഭ്യമാണ്. ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡുകളിൽ ഉള്ളതുപോലെ മാത്രമേ ലൈസൻസിലും പേര് നൽകാവൂ എന്ന കർശന നിയമം നിലനിൽക്കെയാണ് മുൻ ഗതാഗത മന്ത്രി തന്നെ ഇത് പരസ്യമായി ലംഘിച്ചത്. അതായത് KB ഗണേഷ് കുമാറിന്റെ ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡുകളിൽ ആധാർ ആയിക്കോട്ടെ, പാൻ കാർഡ് ആയിക്കോട്ടെ, ഇലക്ഷൻ കാർഡ് ആയിക്കോട്ടെ, അതിലെല്ലാം KB ഗണേഷ് കുമാർ എന്നാണ് പേര് ഉണ്ടെങ്കിൽ അത് തന്നെ ആയിരിക്കണം ഡ്രൈവിംഗ് ലൈസൻസിലും വരേണ്ടത്. പക്ഷെ ഇവിടെ KB ഗണേഷ് കുമാർ ചേർത്തത് KB ഗണേഷ് കുമാർ MLA എന്ന ഒരു 3 അക്ഷരം കൂടി ചേർത്തു. അത് നിയമപരമായി അത് കടുത്ത ലംഘനമാണ്, അതൊരു കുറ്റകൃത്യമായിട്ടാണ് കണക്കാക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ തനിക്കിതിൽ യാതൊരു പങ്കില്ലെന്നും ഉദ്യോഗസ്ഥരുടെ പിഴവാണ് എന്നായിരുന്നു ഗണേഷ് കുമാർ കൈമലർത്തിയത്. എന്നാൽ സാരഥി സോഫ്റ്റ്വെയറിലെ ഡിജിറ്റൽ തെളിവുകൾ ഒരിക്കലും കള്ളം പറയില്ല എന്ന് ഗണേഷ് കുമാറിന് അറിയില്ലായിരുന്നു. അതോ അറിഞ്ഞിട്ടും എല്ലാം കൊണ്ട് മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ തലയിലേക്ക് വെച്ചിട്ട് കൈ കഴുകി ഞാനൊന്നും അറിഞ്ഞില്ലേ എന്ന മട്ടിൽ ഇരിക്കുകയാണ്. ഡിജിറ്റൽ തെളിവ് കൃത്യമായി പുറത്തു വന്നതോടെ ഈ ന്യായീകരണങ്ങളെല്ലാം പൊളിഞ്ഞ് പാളീസാവുന്ന കാഴ്ചയാണ് പിന്നെ കണ്ടത്. അതേസമയം ഈ വിഷയത്തിൽ മറ്റൊരു രസകരമായ പ്രതിസന്ധിയും മോട്ടോർ വാഹന വകുപ്പിന്റെ മുന്നിലുണ്ട്. അത് എന്താണെന്നാൽ, ലൈസൻസിൽ ക്രമക്കേട് കണ്ടെത്തിയാൽ അപേക്ഷകന് സ്വാഭാവികമായി മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസ് അയക്കും. നോട്ടീസ് അയച്ച് എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ പേരിന്റെ അറ്റത്ത് ഈ MLA എന്ന പേര് വച്ചു എന്ന് മോട്ടോർ വാഹന വകുപ്പ് നോട്ടീസ് അയച്ച് വിശദീകരണം തേടണം. അതാണ് നിയമം. അപ്പോൾ തിരുവനന്തപുരം RTO ഓഫീസിലാണ് ഗണേഷ് കുമാറിന്റെ ലൈസൻസ് രേഖകൾ ഉള്ളത്. എന്നാൽ തിരുവനന്തപുരം നഗരത്തിൽ സ്വന്തമായി വീടുണ്ടായിട്ടും ഗണേഷ് കുമാർ എന്തു ചെയ്തു? സെക്രട്ടേറിയറ്റിലെ ഗതാഗത മന്ത്രിയുടെ ഔദ്യോഗിക വിലാസമാണ് KB ഗണേഷ് കുമാർ ലൈസൻസിനായി നൽകിയിരിക്കുന്നത്. അതായത് KB ഗണേഷ് കുമാറിന്റെ ലൈസൻസ് എടുക്കുമ്പോൾ പേര് KB ഗണേഷ് കുമാർ, അഡ്രസ്സ് സെക്രട്ടേറിയറ്റ്, ഇപ്പൊ നോർത്ത് ആണെങ്കിൽ നോർത്ത്, സൗത്ത് ആണെങ്കിൽ സൗത്ത് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് KB ഗണേഷ് കുമാറിന്റെ അഡ്രസ്സിലേക്ക് അയക്കുമ്പോൾ നേരെ ഈ ലെറ്റർ ചെന്ന് എത്തുന്നത് സെക്രട്ടേറിയറ്റിലെ ഗതാഗത മന്ത്രിയുടെ ഓഫീസിലേക്കായിരിക്കും. സ്ഥിര താമസക്കാർക്ക് താത്കാലിക വിലാസം കൂട്ടിച്ചേർക്കാൻ അനുവാദമില്ല എന്ന ചട്ടവും ഇവിടെ KB ഗണേഷ് കുമാർ ലംഘിക്കപ്പെട്ടു. നിലവിൽ ഈ വിലാസത്തിലേക്ക് RTO വിശദീകരണമായി ചോദിച്ചുകൊണ്ട് ഒരു കത്തയച്ചാൽ ആ കത്ത് നേരെ ചെന്ന് എത്തുന്നത് ഇപ്പോഴത്തെ ഗതാഗത മന്ത്രി CP ജോണിന്റെ കയ്യിലേക്കായിരിക്കും. കൂടാതെ ഗണേഷ് കുമാറിന് വേറൊരു കുരുക്കമുണ്ട്. 18 വയസ്സ് തികയാതെ ഡ്രൈവിംഗ് ലൈസൻസ് സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഏറ്റവും ഉയർന്ന ഒരു പുതിയ വിവാദവും ഗണേഷ് കുമാറിന്റെ തലയിലുണ്ട്. ഗതാഗത മന്ത്രിയും MLAയുമായ KB ഗണേഷ് കുമാറിന്റെ പേരുമായി ബന്ധപ്പെട്ടതാണ് ആ വിവാദം. 1984 അദ്ദേഹത്തിന് പ്രായപൂർത്തിയാകുന്നതിനു മുമ്പ് ലൈസൻസ് ലഭിച്ചു എന്ന വിവരം പുറത്തു വരികയും ഇത് വലിയൊരു ചർച്ചാ വിഷയമാവുകയും ചെയ്തു. എന്നാൽ നിലവിൽ ഇതിനെക്കുറിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് പ്രധാന കാര്യം.
രേഖകൾ പ്രകാരം കെ.വി. ഗണേഷ് കുമാറിന് 18 വയസ്സ് തികയാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ 1984 ഫെബ്രുവരിയിലാണ് തിരുവനന്തപുരം RT ഓഫീസിൽ നിന്നും ലൈസൻസ് ലഭിച്ചത്. അതിപ്പോൾ കെ.വി. ഗണേഷ് കുമാർ പറയുന്നത് അത് ഉദ്യോഗസ്ഥരുടെ കുഴപ്പമാണ്, എൻ്റെ കുഴപ്പമൊന്നുമല്ല. ഉദ്യോഗസ്ഥർ ഇതൊക്കെ തരുമ്പോൾ നോക്കി കണ്ടൊക്കെ തരണം, അല്ലാതെ വെറുതെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ എല്ലാ കുറ്റങ്ങളും മോട്ടോർ വാഹന വകുപ്പിൻ്റെ തലയിൽ കൊണ്ട് കെ.വി. ഗണേഷ് കുമാർ വെച്ച് ഒരു പുന്നാളം ചമഞ്ഞിരിക്കുകയാണ്. മിക്കവാറും എന്തായാലും ഇപ്പോൾ ഭരണം മാറി, അതുകൊണ്ട് തന്നെ ഇനി അടുത്ത 5 വർഷത്തേക്ക് ഇനി LDFനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇനിയിപ്പം അടുത്ത 5 വർഷം കഴിഞ്ഞാലും ഇനിയിപ്പം LDF ഒന്നും വരാൻ പോകുന്നൊന്നുമില്ല. കൂടാതെ സ്വാഭാവികമായിട്ടും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ കടുത്ത നടപടികളിലേക്ക് കടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം 1.5 വർഷം ഈ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരെയൊക്കെ വെള്ളം കുടിപ്പിച്ചതല്ലേ. അപ്പോൾ ഇനി അവരും തിരിച്ച് നല്ല നാരങ്ങ വെള്ളവും സർബത്തും ഒക്കെ ഇട്ട് കെ.വി. ഗണേഷ് കുമാറിനെ കുടിപ്പിക്കുമെന്ന കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല.